അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഷിയുടെ അടയാളം ഉളൂഇൻ്റെ വെള്ളം ചേരുന്നതിന് തടസ്സമാണോ? പലർക്കുമുള്ള സംശയമാണ്. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും നമ്മുടെ അവകാശമായ വോട്ട് രേഖപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ മഷി പുരട്ടും. ആ മഷി കൊണ്ട് നമ്മൾ ഉളൂഅ് ചെയ്താൽ, ആ മഷി അവശേഷിക്കലോടുകൂടെ നമ്മൾ ഉളൂഅ് ചെയ്താൽ ആ ഉളൂഅ് സ്വീകാര്യമാണോ? ഇത് പലർക്കുമുള്ള സംശയമാണ്. ശാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൽ മഹാനായ ഷേഖ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നത് കാണാം. മഷിയുടെ അടയാളം വെള്ളം ചേരുന്നതിന് തടസ്സമാവുകയില്ല. അതായത് അവയവങ്ങളിൽ മഷിയുടെ അടയാളം അവശേഷിക്കലോടുകൂടെ നമ്മൾ ഉളൂഅ് ചെയ്താൽ ആ ഉളൂഅ് സ്വഹീഹാകും. നമ്മൾ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ വിരലിലെ മഷി അത് പോയിട്ടില്ലെങ്കിലും ആ മഷി നമ്മുടെ വിരലിൽ അവശേഷിക്കലോടുകൂടെ നാം ഉളൂഅ് ചെയ്താൽ ആ ഉളൂഅ് സ്വഹീഹാകും. ആ മഷി ഉളൂഅ് സ്വഹീഹാകുന്നതിന് തടസ്സമാവുകയില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിരലിലെ മഷി വളരെ പ്രയാസപ്പെട്ട് നീക്കുന്നതായി കാണാം. എന്നാൽ അങ്ങനെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം വളരെ ലളിതമായ, എല്ലാവർക്കും ലളിതമായ രീതിയിൽ കാര്യങ്ങൾ വിവരിക്കുന്ന മതമാണ്. ഒരു മനുഷ്യനെയും ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന മതമല്ല പരിശുദ്ധ ഇസ്ലാം. വളരെ യുസ്റായ, സഹലായ മതമാണ്. ഏത് വ്യക്തിക്കും, ഏത് മുസൽമാനും നല്ല രീതിയിൽ ആരാധനാകർമ്മങ്ങൾ അവൻ്റെ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ നിർവഹിക്കാൻ കൽപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഒരിക്കലും കൊണ്ടുവരികയില്ല. പ്രത്യേകിച്ചും കർമ്മശാസ്ത്രപരമായ, പ്രവൃത്തിപരമായ കാര്യങ്ങളിൽ വളരെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുക. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഷിയുടെ അടയാളം ഒരിക്കലും ഉളൂഅ് സ്വഹീഹാകുന്നതിന് തടസ്സമല്ല. ഉളൂഅ് സ്വഹീഹാകും. അസ്സലാമു അലൈക്കും.